ഹലോ ഗായ്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC 2026 എക്സാമിൻ്റെ മോഡൽ എക്സാംസിൻ്റെ ഒലിവ് ബോർഡിൽ നടത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ജനറൽ അവയർനെസ്സിലെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പുലിക്കേഷൻ സെക്കൻഡുമായിട്ട് ബന്ധപ്പെട്ട 2 പോയിന്റ്സ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുലിക്കേഷൻ 2 expanded the Chalukya kingdom into northern India. He defeated Harshavardhana and established the Narmada river as a key boundary. He is credited with the construction of the Brihadeshwara temple at Tanjavur. Which of the above statements are correct? ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റ്. He defeated Harshavardhana and established the Narmada river as a key boundary. ഈ പറയുന്ന പുലിക്കേഷൻ സെക്കൻഡിനെ കുറിച്ചാണ്. പുലിക്കേഷൻ സെക്കൻഡ് ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? ഹർഷവർദ്ധനെയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? നർമ്മദ റിവറിൻ്റെ ആ ഇതിലായിട്ട് എന്ത് ചെയ്തു? ഒരു ബൗണ്ടറി ആയിട്ട് മാറ്റുകയും ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ ട്രൂ? ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോഹിനിയാട്ടം ലേസ് എംഫസൈസ് ഓൺ ആക്ടിങ്. മോഹിനിയാട്ടം മെയിനായിട്ട് നിൽക്കുന്നതിൻ്റെ ആക്ടിങ് എന്നുള്ള ആ ഒരു ഭാഗത്തിനെ എംഫസൈസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഹാസ് 24 ഹാൻഡ് ഗസ്റ്റേഴ്സ് മെയിൻലി അഡോപ്റ്റഡ് ഫ്രം ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള 24 മുദ്രകളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? രണ്ടും കറക്റ്റാണ്. മോഹിനിയാട്ടം എന്തിനാണ് ബേസ് ചെയ്തിട്ടുള്ളത്? ആക്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിനകത്ത് 24 ഹാൻഡ് ഗസ്റ്റേഴ്സ് ഉണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് അസേർഷൻ ഉണ്ടാവും, റീസൺ ഉണ്ടാവും. ആ അസേർഷൻ്റെ കറക്റ്റാണോ റീസൺ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ അസേർഷനും റീസണും കറക്റ്റാണ്. അപ്പോൾ അസേർഷൻ എന്താണെന്ന് റീസൺ എന്ന് നോക്കാം. A government may fail to reduce its total fiscal deficit even after successfully reducing its primary deficit. Government എന്ത് ചെയ്യും? fail to reduce the total fiscal deficit after successfully reducing its primary deficit. പ്രൈമറി ഡെഫിസിറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും അതിൻ്റെ ടോട്ടൽ ഫിസിക്കൽ ഡെഫിസിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഗവൺമെൻറ് പ്രാപ്തരാവാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ റീസൺ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഓൺ പാസ്റ്റ് ബോറോയിങ്സ് ആർ കാറ്റഗറൈസ്ഡ് ആസ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. മുമ്പ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ബോറോയിങ്സ് നടത്തിയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനെ നമ്മൾ എന്തായിട്ടാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് പാസ്റ്റ് ഡെപ്റ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇതിന് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നേരത്തെയുള്ള പാസ്റ്റ് ആയിട്ടുള്ള ഡെപ്റ്റുകളെയും അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റാണ്. ഇത് 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, consider the following statement in relation to money bill and choose the correct code from the option given below. മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറിൽ 1, 3, 4 ആണ് കറക്റ്റ്, 2 തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിച്ചു നോക്കാം. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ, ബാക്കിയുള്ള ബില്ലൊക്കെ ലോക്സഭയിലും രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും മണി ബില്ല് എവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ലോക്സഭയിൽ മാത്രമാണ്. തേർഡ് പോയിന്റ്, ഇറ്റ് റിക്വയർഡ് എ സർട്ടിഫിക്കേഷൻ ഓഫ് ദ ലോക്സഭ സ്പീക്കർ വെൻ ട്രാൻസ്മിറ്റഡ് ടു രാജ്യസഭ. ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലോ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആരുടെ ഒരു സർട്ടിഫിക്കേഷൻ വേണം? ലോക്സഭ സ്പീക്കറിൻ്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ മിനിസ്റ്റർ. അതെന്ത് ചെയ്യും? ഈ മണി ബില്ല് ഒരു മിനിസ്റ്ററിന് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ഈ 3 പോയിന്റ് ഇതിൽ കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഡിഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ DS ജയശങ്കർ റീസെൻ്റ്ലി launched the 2026 presidency logo and website in New Delhi. ഈ തന്നിരിക്കുന്നതിൽ ഏത് ഓർഗനൈസേഷൻ്റെയാണ് ഡോക്ടർ S ജയശങ്കർ 2026 ഒരു ലോഗോ അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റും ന്യൂഡൽഹിയിൽ വെച്ച് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനാണ്? ബ്രിക്സിൻ്റെ ലോഗോയും വെബ്സൈറ്റുമാണ് ലോഞ്ച് ചെയ്തത്. ആരാണ് ലോഞ്ച് ചെയ്തത്? ഡോക്ടർ S ജയശങ്കർ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ഭട്ട്. എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും കറക്റ്റാണ്. ഇറ്റ് ഈസ് എ ഫോക്ക് തിയേറ്റർ ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ ഒരു ഫോക്ക് തിയേറ്ററാണ് ഫഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോക്ക് പെയിൻറ്റിംഗ് ഓഫ് രാജസ്ഥാൻ. അതെ, ഫഡ് എന്ന് പറയുന്നത് ഏതായിട്ടുള്ള രാജസ്ഥാനിലെ ഒരു ഫോക്ക് തിയേറ്ററും ഒരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ 113th അമെൻമെൻറ്റ് ബിൽ 2025 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. 113ാമത്തെ ബില്ല് 2025 ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. It seeks to amend the constitution to provide that a prime minister, chief minister or other ministers will be removed from office. പ്രൈം മിനിസ്റ്ററിനെയോ ചീഫ് മിനിസ്റ്ററിനെയോ അതുപോലെ തന്നെ അതർ മിനിസ്റ്റേഴ്സിനെയും ആ ഓഫീസിൽ നിന്ന് പുറത്താക്കും. എപ്പോഴായിരിക്കും?
ഒന്നാമത്തെ മാത്രമാണ് കറക്റ്റ്. ദേ ആർ അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 years or more. എന്ന് വെച്ചാൽ അവരൊരു കുറ്റകൃത്യം ചെയ്യുകയാണ്, അതിൽ ജയിലിനകത്താകാനും അത് 5 വർഷത്തിൽ കൂടുതലും ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒഫൻസാണ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യും. അത് പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, ഏത് മിനിസ്റ്റർ ആയിക്കോട്ടെ. ഇതാണ് 2025 113ാമത്തെ അമെൻമെൻറ്റ് ബില്ലായിട്ട് പുറത്തു വന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, അതായത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ളത് റിവേഴ്സ്, ക്രീക്സ്, ലേക്സ്, പോൺസ് ആൻഡ് സ്ട്രീംസ് ആർ ഓൾ ഫ്രഷ് വാട്ടർ ഹാബിറ്ററ്റ്. ഇതിൽ റിവറും ക്രീക്കും ലേക്സും അതുപോലെ തന്നെ പോണ്ടും അതുപോലെ സ്ട്രീംസ് എന്തിൻ്റെ എക്സാമ്പിളാണ്, ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, ആയി തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എയും ബിയും സിയും എന്ന് വെച്ചാൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പ്രധാൻ മന്ത്രി മുദ്രാ യോജന PMMY വാസ് ലോഞ്ച്ഡ് ഓൺ April 8, 2015. പ്രധാൻ മന്ത്രി മുദ്രാ യോജന എന്നാണ് ലോഞ്ച് ചെയ്തത്? April 8, 2015. ദീസ് ലോൺസ് ആർ ഗിവൺ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് RRBs, സ്മോൾ ഫിനാൻഷ്യൽ ബാങ്ക് MFIs ആൻഡ് NBFCs. ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്, RRB, അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക്, MFI, അതുപോലെ തന്നെ NBFCs ഒക്കെയാണിത് ഈ ലോണ് ആൾക്കാർക്ക് അവൈലബിൾ ആക്കുന്നത്. Under the AEGIs of PMMY, Mudra has created 3 products, namely Shishu, Kishore, Tarun. ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഈ മുദ്രാ യോജനയുടെ ഭാഗമായിട്ട് 3 കാറ്റഗറി ഉണ്ട്. പക്ഷേ അതിൽ കിട്ടുന്ന 50,000 രൂപ കിട്ടുന്നത് തൊട്ട് 50,000 തൊട്ട് 5 ലക്ഷം രൂപ, 5 ലക്ഷം തൊട്ട് 10 ലക്ഷം, അങ്ങനെ എന്തോണെന്ന് തോന്നുന്ന കാറ്റഗറി ആ ഒരു രീതിയിൽ കൊടുക്കുന്നതിനാണ് എന്താ പറയുന്നത് ഈ ശിശു എന്നും കിഷോർ എന്നും തരുൺ. അതിൽ ഏറ്റവും കുറച്ച് കിട്ടുന്ന ശിശു, കുറച്ചും കൂടെ മുകളിൽ കിട്ടുന്നതിന് മീഡിയം ലെവൽ കിഷോർ, അതിൻ്റെ മേളിൽ വരുന്നതാണ് തരുൺ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്കത് വായിച്ചു പോകാം. ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി 1957 വരുന്നതാണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് ഓപ്ഷൻ 2 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി എന്ന് പറയുന്നത്. സന്താനം കമ്മിറ്റി 1962 വന്ന ഏതിനായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രിവെൻഷൻ ഓഫ് കറപ്റ്റഡ് ലെഡ് ടു CVC, കറപ്ഷൻ ആയിട്ട് അതിനായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. സർക്കാരിയ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനായിട്ട് ബന്ധപ്പെട്ടാണ് സർക്കാരിയ കമ്മീഷൻ. VV മലിമത്ത് കമ്മീഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിഫോംസ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ബൽവന്ത് റായ് മെഹ്ത കമ്മീഷൻ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി. അടുത്ത സന്താന കമ്മിറ്റി എന്ന് പറയുന്നത് ഏതുമായിട്ടാണ്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷനായിട്ട് ബന്ധപ്പെട്ടതും. സർക്കാരിയ കമ്മീഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സർക്കാരി കമ്മീഷൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. VV മലിമത്ത് കമ്മിറ്റി ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? റിഫോംസ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഇത് എന്തായിട്ട് റിലേറ്റ് ചെയ്ത് പറ്റുമോ? രണ്ട് സർക്കാർ ഏതൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. അപ്പം സർക്കാരുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമുക്ക് എന്തായിട്ട് പറയാം? സർക്കാരിയ കമ്മിറ്റി അങ്ങനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് 1983 പിന്നെ ഇതിൽ എന്ത് പറയാൻ പറ്റും? മലിമത്ത് കമ്മിറ്റി ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് GDP ആൻഡ് വെൽഫെയർ ആർ കറക്റ്റ്? GDP വെൽഫെയറായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. GDP ഓഫ് എ കൺട്രി ഈസ് ആൻ ഇംപെർഫെക്റ്റ് മെഷർ ഓഫ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. GDP എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ വെൽഫെയറിനെ കുറിച്ചുള്ള ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, കറക്റ്റ് മെഷർ എന്ന് പറയുന്നത് ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഷറാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, ഇഫ് GDP ഈസ് റൈസിങ് വെൽഫെയർ മേ നോട്ട് റൈസ് ഈക്വലി. GDP കൂടുന്നു എന്ന് വെച്ചിട്ട് വെൽഫെയറും അങ്ങനെ കൂടണമെന്നൊന്നുമില്ല. അപ്പോൾ അത് രണ്ടുമാണ് എൻ്റെ അടുത്തുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വാട്ട് ഈസ് എ പ്രൈമറി പർപ്പസ് ഓഫ് നാവിക്? IRNS നാവിക് എന്നുള്ള ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ കവറിങ് ഇന്ത്യ ആൻഡ് നിയർബൈ റീജിയൻ. അതൊരു റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ ആണ്. അത് ഇന്ത്യയും തൊട്ടടുത്തുള്ള റീജിയൻസിനെയും കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ഇവാലുവേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റിനെ കുറിച്ചുള്ള 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് കറക്റ്റ്? ബിയും സിയും ആണ് കറക്റ്റ്. വൈസ് പ്രസിഡന്റ് ഈസ് സെലക്ടഡ് ഫോർ എ ടേം ഓഫ് 5 years. 5 വർഷത്തേക്കാണ് ആര് സെലക്ട് ചെയ്യുന്നത്? വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് ആക്ട് ആസ് എ പ്രസിഡന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് വൈസ് പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ബിയും സിയും.
Next question. The great Indian novel written by Shashi Tharoor in 1989 is best described as 1989 ശശി തരൂർ എഴുതിയ ബുക്കായിട്ടുള്ള ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ഇതിലേത് ഓപ്ഷനായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? എ പൊളിറ്റിക്കൽ സറ്റയർ റിട്ടൈലിംഗ് ഇന്ത്യൻ ഹിസ്റ്ററി ത്രൂ ദ മഹാഭാരത. അതൊരു ഇന്ത്യൻ ഹിസ്റ്ററിയെ മഹാഭാരതയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു ബുക്കാണിത് ശശി തരൂർ എഴുതിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്നത്. Which state or union territory won the first prize for the best tableau during the 77th Republic Day parade held in 2026? 2026 നടന്ന 77th റിപ്പബ്ലിക് ഡേ പരേഡിൽ ഏത് ടാബ്ലൂവിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇതാണ് മഹാരാഷ്ട്രയുടെ ടാബ്ലൂവിനാണ്. മാർഗം കളി എ റിച്വൽ ഫോക്ക് ആർട്ട് ഫോം ഈസ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ്. മാർഗം കളി എന്നുള്ളത് ഒരു റിച്വൽ ആർട്ട് ഫോം അല്ലെങ്കിൽ ഫോക്ക് ഫോമാണ്. അത് എവിടത്തെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അത് കേരളയിലുള്ളതാണ്. In census 2011, literacy rate is calculated for people aged at least how many completed years? 2011 സെൻസസിൽ ലിറ്ററസി റേറ്റ് എത്ര വയസ്സിൽ കൂടുതലായിട്ടുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 7 years. 7 years ആൻഡ് എബോവ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്നാണ് ലിറ്ററസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് 2011 സെൻസസ്. ദ സെക്യൂരിറ്റി മിഷൻ ഓഫ് ദ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO primarily targets the 3 evils which are they? നമ്മുടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അത് 3 evils എന്ന് കാറ്റഗറൈസ് ചെയ്ത് ഏതിനൊക്കെയാണ്? ടെററിസം, സെപ്പറേറ്റിസം, എക്സ്ട്രീമിസം. ഏതൊക്കെയാണ്? ടെററിസം, സെപ്പറേറ്റിസം, എക്സ്ട്രീമിസം ആണ് ഷാങ്ഹായ് കോർപ്പറേഷൻ 3 evils ആയിട്ട് കാറ്റഗറൈസ് ചെയ്തത്. ടെററിസം, സെപ്പറേറ്റിസം, എക്സ്ട്രീമിസം. The phenomena of temperature inversion is most likely to occur. ഈ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്നുള്ള പരിപാടി എവിടെയാണ് നടക്കാറുള്ളത്? ഇതിൽ ഓപ്ഷൻ സി, ഡ്യൂറിങ് ക്ലിയർ വിൻ്റർ നൈറ്റ്സ്. ക്ലിയർ ആയിട്ടുള്ള വിൻ്റർ നൈറ്റ്സിലാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കാറുള്ളത്. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ന്യൂ ക്രിമിനൽ ലോ കോഡഡ് നോട്ടിഫൈഡ് ഇൻ 2023. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇതിൽ ഫസ്റ്റും സെക്കൻഡുമാണ് കറക്റ്റ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 BNSS largely replaces a code of criminal procedure 1973. ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 അതാണ് BNSS. അത് ഏതിനെ റീപ്ലേസ് ചെയ്തിട്ടാവുന്നത്? കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ്. അതിനെയാണ് 1973 വന്ന ആ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സിനെ മാറ്റിയിട്ടാണ് BNSS 2023 വന്നത്. അതുപോലെ തന്നെ BNSS ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 PSA റിപ്പൽസ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റിപ്പൽ ചെയ്തു, പുറത്താക്കിയിട്ടാണ് എഴുതുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. ഓക്കെ, അപ്പം സാക്ഷ്യ മീൻസ് എവിഡൻസ് ആണ്. അപ്പോൾ അത് കറക്റ്റ് പോയിൻ്റാണ്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് എഴുതുന്നത് BSA ഭാരതീയ സാക്ഷ്യ അധിനിയം വരുന്നത്. അതുപോലെ തന്നെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് 1973 മാറ്റിയിട്ടാണ് BNSS 2023 വരുന്നത്. 1872 മാറിയിട്ട് എന്ത് ചെയ്തു? എവിഡൻസ് ആക്ട് 1872 മാറിയിട്ട് BSA 2023 വന്നു. 1973 മാറ്റിയിട്ട് അത് വരുന്നു BNSS 2023 വരുന്നു. ഓക്കെ. ദ സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ആഫ്റ്റർ ദ വിത്ഡ്രോവൽ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂവ്മെൻറ്റ്? ഏത് മൂവ്മെൻറ്റ് വിത്ഡ്രോ ചെയ്തതിന് ശേഷമാണ് സ്വരാജ് പാർട്ടി ഫോം ചെയ്തത്? ഗാന്ധിജി മറ്റേ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നതിൽ നിന്നുണ്ടാവുന്ന ആ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്, നോൺ കോപ്പറേഷൻ സ്വരാജ് പാർട്ടി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. The Smart Sea project by VACE signed in December 2025. The Smart Sea project by VACE signed in December 2025. 2 സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. The project involves a partnership between India and Canada to develop and demonstrate a 20-passenger electric boat. ഇന്ത്യയും കാനഡയും തമ്മിൽ എന്താണ് ഒരു 20 പാസഞ്ചേഴ്സ് അടങ്ങുന്ന ഒരു ഇലക്ട്രിക് ബോട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊജക്റ്റാണെന്ന് ഇത് പറഞ്ഞിരിക്കുന്നത്. The private Indian partner for the Sustainable Maritime Initiative is Vijay Marine Service Private Limited based in Goa. അപ്പോൾ ഇതിനുവേണ്ടി പാർട്ട്ണറായിട്ട് വരുന്ന പ്രൈവറ്റ് ഇന്ത്യൻ പാർട്ട്ണർ ആരാണ്? വിജയ്
മറൈൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് ഗോവ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ എന്താ ചോദിച്ചത്, ദ സ്മാർട്ട് സീ പ്രൊജക്ട് ബൈ VACE സൈൻഡ് ഇൻ ഡിസംബർ 2025. ഡിസംബറിൽ സൈൻ ചെയ്ത VACE എന്നുള്ള സ്മാർട്ട് സീ പ്രൊജക്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതൊരു ഇന്ത്യ ചൈനയും തമ്മിലുള്ള ഒരു കരാറാണ്. അത് 20 പാസഞ്ചർ ഇലക്ട്രിക് ബോട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അതെന്താണ്, ഒരു ഗോവയിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, വിജയ് മറൈൻ സർവീസ് ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് അല്ലാത്ത ഏതാണ്? സെയിൽസ് ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് അല്ലാത്ത. അപ്പം ഡയറക്റ്റ് ടാക്സ് ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് എല്ലാം ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഡയറക്റ്റ് ടാക്സ് അല്ലാത്തതാണ് സെയിൽസ് ടാക്സ് ആണ്. അടുത്ത 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശ്, ദ റിവർ ഈസ് നോൺ ആസ് സിയാങ് ബിഫോർ ഇറ്റ് മീറ്റ്സ് ദ ദിബാങ് ആൻഡ് ദ ലോഹിത് നിയർ സാദിയ ടു ഫോം ദ ബ്രഹ്മപുത്ര. അരുണാചൽ പ്രദേശിന് ഈ റിവറിന് അറിയപ്പെടുന്നത് സിയാങ് എന്നും അത് ദിബാങ്ങിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആണ് അങ്ങനെ അറിയപ്പെടുന്നത്. പിന്നെ എന്ത് ചെയ്യും, അത് ലോഹിത്തിനെ സാദിയയ്ക്ക് അടുത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ പിന്നെ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഏതാണ് അത് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റാണ്. അടുത്ത മജുലി, വൺ ഓഫ് ദ ലാർജസ്റ്റ് റിവർ ഐലൻഡ് ലൈസ് വിത്തിൻ ദ ബ്രഹ്മപുത്ര സിസ്റ്റം നിയർ ജോർഹത്ത്. മജുലി ഐലൻഡ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിവർ ഐലൻഡ്സ് ആണ്. അത് കാണപ്പെടുന്നത് ബ്രഹ്മപുത്രയിലാണ്. ഇപ്പോൾ ബ്രഹ്മപുത്രനെ വേറെ ദിബാങ് എന്നും ദിഹാങ് എന്നും സിയാങ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് നമ്മുടെ ടിബറ്റൻ റീജിയനിൽ കൂടെ വന്ന് അരുണാചൽ പ്രദേശിലെ ഒരു യു കട്ട് എടുത്ത് നേരെ ഇന്ത്യയിലോട്ട് ഫ്ലോ ചെയ്ത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലോട്ട് എൻഡ് ആവുന്ന ഒരു റിവറാണ് ബ്രഹ്മപുത്ര. പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ തന്നെ സിയാങ് എന്നും പിന്നെ അത് ദിബാങ് എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ലോഹിത്തിൻ്റെ അടുത്ത് സാദിക്ക് അടുത്ത് ലോഹിത്തിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ പോറിഫറസിനെ കുറിച്ചാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ പേഴ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പോറിഫറ അല്ലെങ്കിൽ സ്പോഞ്ചസ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, സ്പോഞ്ചസ് ഷോ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ലാക്ക് ട്രൂ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ഈ പറയുന്ന സ്പോഞ്ചസ് എന്ന് പറയുന്നതിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് കാണപ്പെടുന്നത്. അതിലെന്തില്ല, ട്രൂ ടിഷ്യൂസും അല്ലെങ്കിൽ ഓർഗൻസും ഇല്ലെന്നാണ് പറയുന്നത്. അടുത്ത വരെ സെക്കൻഡ് പോയിന്റ്, മെനി സ്പോഞ്ചസ് റീപ്രൊഡ്യൂസ് അസെക്ഷലി ബൈ ബഡ്ഡിങ്. ബഡ്ഡിങ് എന്നുള്ള പ്രോസസ്സ് വഴിയാണിത് മെയിനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഫ്രഷ് വാട്ടർ സ്പോഞ്ചസ് ഫോം ജെമ്യൂൾസ് ആസ് റെസിസ്റ്റൻറ്റ് സ്ട്രക്ചർ. അതുപോലെ തന്നെ ഇതെന്താ, ഫ്രഷ് വാട്ടർ സ്പോഞ്ചസ് എന്തുണ്ടോ, ജെമ്യൂൾസ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു റെസിസ്റ്റൻറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് 1 and 2 കറക്റ്റാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, സ്പോഞ്ചസ് അല്ലെങ്കിൽ പോറിഫറ ഈ സ്പോഞ്ചിൽ ചെറിയ ഹോൾസ് ഇല്ലേ, അതിനോട്ടാണ് പോഴ്സിനാണ് പോറിഫറ എന്നും കൂടെ പറയുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. സ്പോഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ പോഴ്സുള്ള സാധനങ്ങളാണ്, അതിനാണ് പോറിഫറ എന്ന് പറയുന്നത്. സ്പോഞ്ചസ് ഷോ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഒരു സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇതിനുണ്ട്. ആൻഡ് ലാക്ക് ട്രൂ ടിഷ്യൂസ് ഓർഗൻസ്, ട്രൂ ടിഷ്യൂസും ഓർഗൻസും അതിന് ഇല്ല. മെനി സ്പോഞ്ചസ് റീപ്രൊഡ്യൂസ് അസെക്ഷലി ബൈ ബഡ്ഡിങ്. അസെക്ഷലി ബഡ്ഡിങ് എന്ന പ്രോസസ്സ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്രഷ് വാട്ടർ സ്പോഞ്ചസ് ഫോം ജെമ്യൂൾസ് ആൻഡ് റെസിസ്റ്റൻറ്റ് സ്ട്രക്ചേഴ്സ്. ഇതെന്ത് ചെയ്യും, ജെമ്യൂൾസ് അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുന്നത്. ശരിയാവുമെന്നൊന്നും അറിയില്ല. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കും പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇതുപോലത്തെ ഒരു സെഷനായിട്ട് വീണ്ടും കാണാം. കണ്ടിരുന്നവർക്ക് ബൈ.